അല്ല അതവിടെ അദ്ദേഹം അവിടുത്തെ HOD ആണല്ലോ. അതെ, അദ്ദേഹത്തോട് ചോദിക്കാം. അപ്പൊ അത് അവിടുത്തെ HOD ആണ് അദ്ദേഹം. അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം. അവിടുത്തെ ഒരു യൂറോളജി ഡിപ്പാർട്ട്മെന്റിലെ HOD ആണ്, അവിടുത്തെ ഡോക്ടറാണ്. അദ്ദേഹത്തോട് ചോദിക്കാം. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഉൾപ്പെടെ സംസ്ഥാനത്തിന്റെ എല്ലാ മെഡിക്കൽ കോളേജുകളിലും നമുക്ക് ഉൾക്കൊള്ളുന്നതിലും അധികമായിട്ടുള്ള രോഗികളാണ് എത്തുന്നത്. ഇപ്പോൾ നമ്മൾ ഈ കാലഘട്ടത്തിൽ നോക്കിയാൽ സംസ്ഥാനത്ത് മുഴുവൻ മെഡിക്കൽ കോളേജുകളിൽ മാത്രം ഏതാണ്ട് 6000-ലധികം പുതിയ ബെഡുകൾ ഇപ്പോൾ നിർമ്മാണത്തിലുള്ള കെട്ടിടങ്ങൾ കണക്ക് കൂട്ടുന്നില്ല. അതല്ലാതെ തന്നെ അത്രയും പുതിയ ബെഡുകൾ ക്രമീകരിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഒരു ഉദാഹരണം പറഞ്ഞാൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഈ സർക്കാരിൻ്റെ തുടക്കകാലത്താണ് 100 ബെഡുള്ള ICU ക്രമീകരിച്ചു. അപ്പോൾ നമ്മൾ അന്ന് വിചാരിച്ചു 100 ബെഡ് കൂടി ക്രമീകരിച്ചാൽ ഇവിടേക്കുള്ള ഒരു റഷ് നിൽക്കും, നമുക്ക് കൂടുതൽ ആളുകൾക്ക് കൊടുക്കാൻ കഴിയും എന്നുള്ളത് വിചാരിച്ചാണ് 100 ബെഡുള്ള ICU ക്രമീകരിച്ചത്. പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാനവിടെ പോയപ്പം സൂപ്രണ്ട് പറഞ്ഞു 11 പേര് ഇപ്പോഴും വെയിറ്റിംഗ് ആണ് സ്വകാര്യ ആശുപത്രികളിൽ നിന്ന്. ICUവും വെന്റിലേറ്ററും അവിടെ ലക്ഷക്കണക്കിന് രൂപ ഒരു ദിവസം ആകും. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. നിങ്ങളിൽ തന്നെ എത്രയോ ആളുകൾ വിളിച്ചു പറഞ്ഞിട്ട് മീഡിയയിലുള്ളതും അല്ലാത്തവരുമായിട്ടുള്ള എത്രയോ ആളുകളെ സ്വകാര്യ ആശുപത്രികളിൽ നിന്ന് ഉൾപ്പെടെ ICUവിലേക്ക്, നമ്മുടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ICUവിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നിങ്ങൾ തന്നെ എത്രയോ പേർ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും നമുക്ക് ICU ബെഡുകൾ നമ്മൾ ക്രമീകരിച്ചതിലും അധികമായിട്ട് വരികയാണ്. അപ്പൊ ഇതില് നമ്മൾ എന്താണ് ചെയ്യുന്നത്? കൂടുതൽ ബെഡുകൾ ക്രമീകരിക്കുകയും അതോടൊപ്പം തന്നെ ഈ സൗകര്യങ്ങൾ ജില്ലാതലത്തിലേക്ക് വികേന്ദ്രീകരിക്കുകയും. അപ്പോ കൊല്ലം ജില്ലാ ആശുപത്രിയിലും പണ്ട് നമുക്ക് കാത്തലാബ് ഉണ്ടായിരുന്നില്ല, എന്നാൽ ഇപ്പോൾ അവിടെ കാത്തലാബ് ഉണ്ട്. മറ്റ് ജില്ലാ ആശുപത്രി, ഇനിയിപ്പം ഇടുക്കി ജില്ല മാത്രമേ ഉള്ളൂ നമുക്ക് ജില്ലാ ആശുപത്രിയിൽ അല്ലെങ്കിൽ കാത്തലാബ് ഇല്ലാത്തത്. ഇപ്പം അടിമാലിയിലും ഇപ്പോൾ ഓർഡറായി, നമുക്ക് ഇൻഫ്രാസ്ട്രക്ചർ ഒക്കെ കഴിഞ്ഞു. ഇനി എക്യുപ്മെന്റ് അവിടെ വെച്ചാൽ മതിയാകും. അപ്പൊ നമ്മൾ ശ്രമിക്കുന്നത് പരമാവധി ചികിത്സ തൊട്ടടുത്തുള്ള ആശുപത്രികളിൽ നൽകുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ കൂടുതൽ ബെഡുകൾ ക്രമീകരിക്കുകയും കൂടുതൽ ചികിത്സാ സംവിധാനങ്ങൾ ക്രമീകരിക്കുകയും ചെയ്യും. എന്നിട്ടും ഇപ്പൊ ഒരു രോഗി വന്നാൽ നമ്മൾ ഒരാളെയും തള്ളിക്കളയില്ല എന്നുള്ളതാണ് മെഡിക്കൽ കോളേജ്. കഴിഞ്ഞ ദിവസം ഞാനവിടെ പോയപ്പോൾ 28ാം വാർഡിൽ 70 ബെഡാണ്. 70 ബെഡ്, പക്ഷേ 170ഓളം പേഷ്യൻസ് ആണ് അഡ്മിഷൻ വന്നത്. അപ്പോൾ OPയിലും എമർജൻസിയിലും വരുന്ന അഡ്മിഷൻസ് ഈ വാർഡിലേക്ക് വരുന്ന സാഹചര്യം. ഇപ്പൊ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ, സൗകര്യങ്ങൾ കൂടുതലായിട്ട് ക്രമീകരിക്കാം. അത് ആ നിലയിൽ ക്രമീകരിച്ച് തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം, നമ്മൾ നേരിടുന്നൊരു പ്രശ്നം, ഇവിടെ നിന്ന് വന്ന് ഉപേക്ഷിച്ചിട്ട് രോഗികളെ പോകുന്നുണ്ട്. ഇപ്പം തന്നെ ഇന്നലെ നമ്മളൊരു കണക്കെടുത്തപ്പം 77 രോഗികളാണ് ആരുമില്ലാത്തവർ, ഡെസ്റ്റിറ്റ്യൂട്ട്സ്. 6 മാസമായിട്ട് ഈ വാർഡിൽ കഴിയുന്ന ഒരാളുണ്ട്, ഡിസ്ചാർജ് ആയിട്ടും പോകുന്നില്ല. അപ്പോൾ സാമൂഹ്യനീതി വകുപ്പിനോട് കൂടി പറഞ്ഞുകൊണ്ട് ഇന്നൊരു കുറച്ച് ആളുകളെ മാറ്റുന്നുണ്ട്. ഞാൻ അല്ലാതെ തന്നെ സാമൂഹ്യനീതി വകുപ്പ് വഴിയാണ് നമുക്ക് ചെയ്യാൻ കഴിയുക. പല സ്ഥാപനങ്ങളോടും പറഞ്ഞിട്ട് സാമൂഹ്യനീതി വകുപ്പ് വഴി ഇങ്ങനെയുള്ള ആളുകളെ മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണം ചെയ്യുന്നുണ്ട്. അപ്പം മെഡിക്കൽ കോളേജുകളിൽ പലരും കൊണ്ടുവന്ന്, ചിലര് കൂടെ ആള് വരും, ആളെ കൊണ്ടുവന്നിട്ട് അവിടെ ഉപേക്ഷിച്ചിട്ട് പിന്നെ അവർ സ്വീകരിക്കും. പിന്നെ നമ്മൾ കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത്. നമ്മളൊരു സീനിയർ നഴ്സിംഗ് ഓഫീസറിന് ഇതിന് ചുമതല തന്നെ കൊടുത്തിട്ടുണ്ട്, ഷാനിഫ സിസ്റ്ററിന് ചുമതല കൊടുത്തിട്ട് 77 പേരാണ് ഈ ബെഡുകൾ, അതായത് അഡ്മിഷൻ നടക്കുന്ന 28, 1, 2, 3, 4 ഒക്കെ വാർഡുകളിലായിട്ട് 77 ആളുകൾ ഇങ്ങനെ ഉണ്ട്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം നിങ്ങൾ കണ്ടിട്ടുണ്ടാകും, ശ്രദ്ധിച്ചിട്ടുണ്ടാകും, ഒരു റെഫറൽ പ്രോട്ടോകോൾ നമ്മൾ ഇഷ്യൂ. അതായത് നമ്മുടെ പെരിഫറൽ ആശുപത്രികളിൽ പരമാവധി ഉൾക്കൊള്ളാൻ കഴിയുന്ന ആളുകളെ ഉൾക്കൊള്ളണം. അപ്പൊ ഇവിടേക്ക് വരുന്നതിന് എല്ലാവരെയും മെഡിക്കൽ കോളേജിലേക്ക് പറഞ്ഞു വിടുക എന്നുള്ളതല്ല. ഇപ്പൊ തന്നെ 202 തസ്തികകൾ DHSൽ നമ്മൾ സൃഷ്ടിച്ചിട്ടുണ്ട്. ഇപ്പൊ തൊട്ടടുത്ത് 202 തസ്തികകൾ സൃഷ്ടിച്ചു. അപ്പം റെഫർ ചെയ്യുന്നതിന് ഒരു പ്രോട്ടോകോൾ ഉണ്ട്. ആ റെഫർ ചെയ്യുന്ന പ്രോട്ടോകോൾ അനുസരിച്ച് ചെയ്യണമെന്നുള്ളതാണ്. അപ്പോ നമുക്ക് വരുന്ന രോഗികളെ ഒരാളെ തള്ളിക്കളയുക എന്നുള്ളൊരു നിലപാട് മെഡിക്കൽ കോളേജിനില്ല. ശരിയാണ്, നമുക്ക് ഉൾക്കൊള്ളാവുന്നതിലും അധികം രോഗികൾ വരുമ്പോൾ അവർക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നുണ്ട്. അവിടെ എന്താണ് ചെയ്യുന്നത്? ഒന്ന്, നമ്മൾ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുക. 2, ചികിത്സ വികേന്ദ്രീകരിക്കുക. നമുക്കറിയാം 2016 മുൻപ് നമുക്കിവിടെ ഉണ്ടായിരുന്ന കാത്തലാബുകൾ എത്രയാണ്? 97-ൽ അന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലും കോഴിക്കോട് മെഡിക്കൽ കോളേജിലും കാത്തലാബ് സ്ഥാപിച്ചു. 2008-ൽ കോട്ടയം മെഡിക്കൽ കോളേജിൽ കാത്തലാബ് സ്ഥാപിച്ചു. 2011 ഫെബ്രുവരിയിൽ ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ
കാത്തലാബ് സ്ഥാപിച്ചു. പിന്നീട് നമ്മൾ 2016 ശേഷം നമ്മൾ കാണുക ജില്ലാ ആശുപത്രികളിലേക്ക് കാത്തലാബുകൾ സ്ഥാപിച്ചു. ഈ സർക്കാരിന്റെ കാലത്ത് വയനാട് മെഡിക്കൽ കോളേജ് സ്ഥാപിച്ചു, കാസർഗോഡ് സ്ഥാപിച്ചു, കണ്ണൂര് സ്ഥാപിച്ചു, കാഞ്ഞിരപ്പള്ളിയിൽ സ്ഥാപിച്ചു, അടിമാലിയിൽ സ്ഥാപിക്കാൻ പോകുന്നു, ഇടുക്കി മെഡിക്കൽ കോളേജിൽ സ്ഥാപിക്കാനായിട്ട് പോകുന്നു. അങ്ങനെ ഒരു 7-8 ജില്ലാ ആശുപത്രി, അതുപോലെ കൊല്ലം പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ കാത്തലാബ് സ്ഥാപിച്ചു ഈ സർക്കാരിന്റെ കാലഘട്ടത്തിൽ. അപ്പൊ 2016 മുതൽ ഇതുവരെയുള്ള ഒരു കണക്കെടുത്താൽ നമ്മൾ ചികിത്സ വികേന്ദ്രീകരിക്കുന്നതിന് വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അത് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം റെഫറൽ പ്രോട്ടോകോൾ അനുസരിച്ച്. അപ്പോൾ ഇതേപോലെ സ്വകാര്യ ആശുപത്രികളിൽ നിന്ന് ഇവിടേക്ക് ആളുകളെ പറഞ്ഞു വിടുന്നുണ്ട്. ഇനിയിപ്പം നമ്മൾ തന്നെ അറിയില്ല. പോർട്ടിക്കോയിൽ ആംബുലൻസ് വന്ന് നിൽക്കുമ്പോഴാണ് അറിയുന്നത് വെന്റിലേറ്റർ വേണ്ടി ഒരു രോഗി ആംബുലൻസിൽ വന്ന് നിൽക്കുകയാണ്. നമ്മൾ എന്ത് ചെയ്യും? അവിടെ വെന്റിലേറ്റർ പ്രത്യേകം ക്രമീകരിക്കാം. അതുകൊണ്ട് കൺട്രോൾ റൂം വഴി മാത്രമേ പേഷ്യൻസിനെ ഇനി കൊണ്ടുവരാൻ പാടുള്ളൂ. കൺട്രോൾ റൂമിൽ വിളിച്ചു ചോദിച്ച് അവിടെ ബെഡ് അവൈലബിൾ ആണോ, റെഫറൽ സ്ഥാപനങ്ങളാണല്ലോ മെഡിക്കൽ കോളേജുകൾ. അപ്പോൾ നമുക്ക് കൺട്രോൾ റൂമിൽ വിളിച്ചു ചോദിച്ച് ബെഡ് അവൈലബിൾ ആണെങ്കിലേ കൊണ്ടുവരാവൂ, അല്ലെങ്കിൽ ആ പേഷ്യന്റിന്റെ ജീവന് തന്നെ അപായം സംഭവിക്കില്ലേ. ഇവിടെ വെന്റിലേറ്റർ ഇല്ല, പക്ഷെ അവിടെ നിന്ന് ഇവിടേക്ക് പറഞ്ഞുവിടുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ ആ നിലയിൽ പേഷ്യൻസിന് കൺട്രോൾ റൂം വഴി അവൈലബിൾ ആയിട്ടുള്ള ബെഡുകളുടെയും ICU ബെഡുകളുടെയും വെന്റിലേറ്ററുകളുടെയും ലഭ്യത അനുസരിച്ച് മാത്രമേ രോഗികളെ ഇവിടേക്ക് റെഫർ ചെയ്യാൻ പാടുള്ളൂ. അത് താഴേന്ന് വരുന്ന സർക്കാർ ആശുപത്രികളിൽ നിന്നാണേലും പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ നിന്നാണേലും ആ നിലയിലാവണം എന്നുള്ളത്. ഇനി അങ്ങനെ റെഫർ ചെയ്ത് കൺട്രോൾ റൂം വഴി വരുമ്പോൾ ഒരു കാര്യം കൂടി, ഇവിടെ ഉള്ള ബെഡുകൾ ഒളിച്ചു വെക്കാനായിട്ട് പാടില്ല. അത് അങ്ങനെ ഒരു സാഹചര്യം നമുക്കില്ല. നമ്മൾ ബെഡുകൾ പരമാവധി, ഞാൻ പറഞ്ഞില്ല, കഴിഞ്ഞ ദിവസം 11 പേർ ക്യൂവിൽ നിൽക്കുക. അന്നേരം തന്നെ ആ ഒരു 2 മണിക്കൂറിനുള്ളിൽ 11 കോളുകളാണ് വന്നത് ICU വെന്റിലേറ്ററും വേണം എന്നുള്ളത്. അതും എല്ലാം തന്നെ സ്വകാര്യ ആശുപത്രികളിൽ നിന്ന് വന്നിട്ടുള്ളതാണ്. അപ്പൊ അവിടെ നമുക്ക് താങ്ങാൻ കഴിയാത്തത്ര, ആളുകൾക്ക് താങ്ങാൻ കഴിയാത്തത്ര ഒരു ദിവസം തന്നെ ലക്ഷക്കണക്കിന് രൂപയാകുന്ന ചികിത്സ അവിടെ അവർക്ക് കൊടുക്കാൻ കഴിയാത്ത സാഹചര്യം രോഗികളുടെ ബന്ധുക്കൾക്കുണ്ടാകുമ്പോൾ അവർ മെഡിക്കൽ കോളേജുകളിലേക്ക് വരുന്നുണ്ട്. അപ്പൊ ഇതൊരു കുറേയേറെ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് ഇത് ഉണ്ടാകുന്നത്. നമ്മൾ പരിശോധിക്കേണ്ടത് ഈ കാലഘട്ടത്തിൽ നമ്മൾ ചികിത്സാ സൗകര്യങ്ങളും പുതിയ സംവിധാനങ്ങളും കൂടുതൽ വികസിപ്പിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. പക്ഷെ അതിനനുസരിച്ച് ആളുകൾ എത്തുന്ന ആളുകളുടെ എണ്ണത്തിലും ഗണ്യമായിട്ടുള്ള വർധനവുണ്ടാകുന്നു. വർധനവ് പരമാവധി ആളുകളെ ഉൾക്കൊള്ളുന്നതിനാണ് ശ്രമിക്കുന്നത്, ഒരാളെയും പറഞ്ഞുവിടുന്നില്ല.